ഹലോ മുത്തുമണീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റമദാനൊക്കെ തീർന്ന് പെരുന്നാൾ എടുക്കാറായി. അപ്പോൾ എല്ലാവരും തുണിയൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ തുണിയെടുക്കാനായിട്ട് പാലക്കാട് കല്യാണിലോട്ടുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് വാപ്പാടെ ബ്രദറിൻ്റെ വീടും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വെച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണക്കാം. ഞങ്ങൾ അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് നോമ്പ് തുറക്കേണ്ട ടൈമൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടായിരുന്നു പോയത്. ഞങ്ങൾ പോകുന്നത് ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇവരെ വീഡിയോ എടുക്കാമെന്ന് കരുതിയാൽ ഇവർ വലിയ തൽപര കക്ഷികളല്ല വീഡിയോയിൽ വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വീടിൻ്റെ അടുത്തായിട്ടാണ് അമ്പലം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ ക്രൂസോ കഫേയിലേക്കാണ് വിട്ടത്. വേറൊന്നും കൊണ്ടല്ല, ഇക്കാടെ ഫോണിൽ വാട്സാപ്പിൽ 2-3 ദിവസമായി ഈ ഒരു മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ഫ്രണ്ട്സ് അയച്ചിട്ട്. അപ്പോൾ ഇഫ്താർ കോംബോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് റമദാൻ സ്റ്റാർട്ട് ചെയ്താണ് ഞങ്ങളിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് വിട്ടത്. അവിടെ ഞങ്ങളൊരു 10 മിനിറ്റ് മുമ്പെത്തി അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഗായ്സ്, നല്ല ക്വാളിറ്റിയും നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്തത് 2% കോംബോയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്, നാൻ വരുന്നുണ്ട്, ചിക്കൻ ടിക്ക, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ കുഴിമന്തിയും കൂടിയാണ് വരുന്നത്. അവിടുന്ന് അധികം കഴിച്ചില്ല. ആ 2%ക്കുള്ളത് ഞങ്ങൾ 4 ആളും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ കല്യാണിലെത്തി ഇക്കാക്കുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ 2-3 ഷർട്ടൊക്കെ എടുത്തിട്ട് ഇത് കൊള്ളാവോ എന്ന് വെച്ചിട്ടല്ലേ ചോദിച്ചുകൊണ്ടിരിക്കണം. അവസാനം എന്താ ഇത് ഞങ്ങൾ ഉറപ്പിച്ചു. പിന്നെ അടുത്തത് പാൻസ് എടുക്കാനായിട്ട് നോക്കുമായിരുന്നു. പാൻസും ഓരോന്നിട്ട് ഇതെങ്ങനെയുണ്ട് ചോദിച്ച് നിൽക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ മിൻഹാജ് കുട്ടിയാണ്. അവനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ്. അവനക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഇതാണ്. ഇത് നോക്കി, ബട്ട് അവനക്ക് അത്ര കാര്യമായിട്ട് പെൺകുട്ടിയുള്ള ബനി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവനത് മാറ്റി വെച്ചു. അപ്പോൾ ഇക്കാക്കൊരു ജോഡി, അവനൊരു ജോഡി എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് അപ്പോൾ തന്നെ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അധികം കഴിച്ചില്ലല്ലോ. പിന്നെ ബില്ലും കൂടി കണ്ടപ്പോൾ സംതൃപ്തിയായി. ഉള്ളത് ശരിക്കും ദഹിച്ചിട്ടുണ്ട്. ഇവർക്ക് 2 ആൾക്കും കൂടെ ഉള്ളത് ഏകദേശം ഒരു 7,000-ൻ്റെ അടുത്ത് ബില്ലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വിട്ടു. എന്തായാലും പെരുന്നാളിന് കുറച്ച് പർച്ചേസിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് കയറിയത്. ഇവിടെ വന്നിട്ട് ലുലു ഫാഷനിൽ കയറിയപ്പോൾ ഞങ്ങൾ ശരിക്കും അതിശയിച്ചു ഗൈസ്, കാരണം നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു ഡ്രസ്സിന്. അപ്പോൾ വെറുതെ പറയായിരുന്നു, വെറുതെ ഇവിടെ വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു എന്ന്. പിന്നെ വിശപ്പ് കൂടുതലായപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് വെച്ച് കാച്ചി, നല്ല പൾപ്പ് മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് പൊടിക്കായിരുന്നു ഗൈസ്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മിൻഹാജ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉമ്മാക്ക് ഒറ്റയ്ക്കാവില്ല എന്ന് വെച്ചിട്ടേ. സമയം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 10:45 എങ്ങാണ്ടും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെയും വയർ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറി. സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട്, എന്നാലും അവിടെ നല്ല തിരക്കായിരുന്നു ഗൈസ്. എമ്മാതിരി തിരക്കെന്നറിയോ. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ അവിടെ നിന്ന് പൊറോട്ടയും ബീഫും കഴിച്ചു, ഉമ്മ നൂൽപുട്ടും ബീഫും കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. വീടെത്തുമ്പോൾ സമയം ഏകദേശം ഒരു 12 മണി ആവാറായിട്ടുണ്ടാവും. അങ്ങനെ ഇതോടെ ഞങ്ങളുടെ പെരുന്നാൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി പെരുന്നാളിൻ്റെ വീഡിയോ പുറകിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.